അപ്പൊ തനിക്കതറിയില്ലേ, എന്റെ ഒരു ഹോബിയായിരുന്നു ബെൻസ് കാറിൽ ഒരു 200 കിലോമീറ്റർ സ്പീഡിൽ കേരളത്തിലെ ഇടുങ്ങിയ റോഡിലൂടെ അടിച്ചു പഞ്ഞു പോവുക. അതിനിടയ്ക്കാണ് അത് സംഭവിച്ചത്. അതൊരു മഹാസംഭവമായിരുന്നു. ആ സംഭവം എന്നെ ശരിക്കും മാറ്റി. ഇതാ ആ സംഭവം കേട്ടോളൂ. കുറുക്ക് ഒടിഞ്ഞവഞ്ഞ എന്ന് ബെൻസുകാരി പോന്നവഞ്ഞ, എന്റെ ബെൻസുകാർ ഇടിച്ചിട്ട് ചത്തത് എത്ര എണ്ണം, എന്റെ ബെൻസുകാർ മറിഞ്ഞിട്ട് ഒടിഞ്ഞത് എന്നട്ടല്. കുറുക്ക് ഒടിഞ്ഞവഞ്ഞ എന്ന് ബെൻസുകാരി പോന്നവഞ്ഞ, എന്റെ ബെൻസുകാർ ഇടിച്ചിട്ട് ചത്തത് എത്ര എണ്ണം, എന്റെ ബെൻസുകാര് മറിഞ്ഞിട്ട് ഒടിഞ്ഞത് എന്നട്ടല്. ആൾക്കാരെ ഇടിച്ചു തെറിപ്പിക്കുന്നതിനിടയിൽ ഒരു ദിവസം ഞാനും തെറിച്ചുപോയി. അങ്ങനെയാണ് നട്ടല് ഒടിഞ്ഞത്. നട്ടല് പോയെങ്കിൽ എന്താ, ഇപ്പോഴും നാക്കിനൊരു കുറവുമില്ലല്ലോ. അത് പോട്ടെ, അപ്പോൾ ലീഡറിന് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. എനിക്ക് തന്റെ ഒരു ഡേറ്റ് വേണം. ഞാൻ വന്ന് ഡേറ്റ് ചോദിച്ചോന്ന് ആരും അറിയണ്ട. അയ്യേ, ഞാൻ ആണുങ്ങളെ ഡേറ്റിംഗ് ചെയ്യാറില്ല. ലീഡറിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. അതല്ല ഞാൻ പറഞ്ഞത്, എന്റെ മകന്റെ കാര്യമാണ്. അവൻ രാഷ്ട്രീയത്തിൽ ശോഭിക്കും എന്ന് കരുതിയ എനിക്ക് തെറ്റി. ലാലു എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. ഞാൻ അവനെ വെച്ച് ഒരു സിനിമ എടുക്കാൻ ആലോചിക്കുന്നുണ്ട്. ലാലു അതൊന്ന് ഡയറക്റ്റ് ചെയ്യണം. അതിന് ലാലുവിന്റെ ഒരു ഡേറ്റ് വേണം. അതിന് കക്ഷിക്ക് പാടി അഭിനയിക്കാൻ പറ്റുമോ എന്റെ ലീഡറെ? എനിക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ അവനും അത് ചെയ്യാൻ പറ്റുന്നതാണ് എന്റെ വിശ്വാസം. ഒന്നുമില്ലേലും അവന്റെ മോനല്ലേ. എന്നാൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പാടുന്നത് അതുപോലെ ഏറ്റു പാടണം. ഒന്നാം മല കയറി പോകണ്ടേ, അവിടുന്ന് തലയും കുത്തി ചാടണ്ടേ. അത് മുഴുവനായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ പറ്റാത്തത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള പാട്ടല്ലേ. അതെ, ഒന്നാം മലകേറി പോവാം, പക്ഷെ തലയും കുത്തി ചാടാൻ എന്റെ പട്ടി വരും. അതിന് വേറെ ആളെ നോക്കണം. അല്ലെങ്കിൽ തന്നെ മനുഷ്യന്റെ നട്ടല്ലേ ഇവിടെ ഒളിഞ്ഞിരിക്കുക. എന്റെ പൊന്നു ലീഡറെ, പാട്ട് പാടാനല്ലേ ഞാൻ പറഞ്ഞോളൂ, അത് ചെയ്യാൻ പറഞ്ഞില്ലല്ലോ. ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല. സിനിമയിൽ ഡയറക്ടർ പറയുന്നത് നമ്മൾ അപ്പടി അനുസരിക്കണം. അതുപോട്ടെ, ലീഡർ ഈ തണുപ്പത്ത് ഇവിടെ വന്നതിന് പിന്നിൽ വേറെയും ചില ഉദ്ദേശമുണ്ടെന്ന് പറഞ്ഞല്ലോ. പുറത്താരോടും പറയണ്ട, പരമരഹസ്യ. ഞാൻ എന്റെ മകനെ കൊണ്ട് തോറ്റു. ഞാനവനെ എവിടെ ഇറക്കി വിട്ടാലും തിരിച്ച് കറങ്ങി തിരിഞ്ഞ് എന്റെ അടുത്ത് തന്നെ തിരിച്ചു വരും. ഒരു തവണ ഞാനവനെ ഒരു ഐലൻഡ് ഇറക്കി വിട്ടു. ക്ലിഫ് ഹൗസിലെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് സ്വിമ്മിംഗ് പഠിച്ച കാരണം അവൻ അവിടെ നിന്നിട്ട് നീന്തി വന്നു. ഇവിടെയാകുമ്പം തണുപ്പത്ത് ഐസിൽ നീന്തി വരാൻ പറ്റില്ലല്ലോ. എന്നിട്ട് എവിടെയെങ്കിലും ഇറക്കി വിട്ടോ? കഴിഞ്ഞ ദിവസം കാരിപ്പോയപ്പം ലേക്കിന്റെ നടുക്ക് ഐസിൽ ആൾക്കാർ കുഴിക്കുന്നത് കണ്ടു. പുറത്ത് ആരോടും പറയണ്ട. രാത്രി ആരും അറിയാതെ പോയി ആ കുഴിയിൽ ഞാൻ ഇവനെ തള്ളിയിട്ടു. അങ്ങനെ അവസാനം ഗുരുവായൂരപ്പന്റെ പ്രാർത്ഥന കേട്ടു. അച്ഛാ അച്ഛാ. അയ്യോ, അതെന്റെ മകന്റെ ശബ്ദമില്ലേ? അച്ഛാ അച്ഛാ, ഞാൻ വീണ്ടും തിരിച്ചെത്തി. ഈ കുട്ടിയെ അച്ഛാ എന്നെ ആ ലേക്കിൽ നിന്ന് രക്ഷിച്ചത്. എന്റെ ഗുരുവായൂരപ്പ, നീ പിന്നെ എന്നെ ചതിച്ചോ? Sir, you only asked me to go for fishing, right? I was doing ice fishing and found him in the frozen lake. എന്നാലും എന്റെ കിങ്ങിണിക്കുട്ട, നിന്റെ തൊലിക്കട്ടി അപാരം തന്നെ. ഇത്രയും തൊലിക്കട്ടി കേരള രാഷ്ട്രീയത്തിൽ പോയിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ആർക്കുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഞാൻ എന്ത് ചെയ്യും എന്റെ ലാലു? ഇനി മറ്റു മാർഗമൊന്നുമില്ല. വീണ്ടും ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുക. ലീഡറിന്റെ മകൻ എവിടെ പോയാലും തിരിച്ച് കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും ലീഡറിന്റെ അടുത്ത് തന്നെ വരും. പണ്ടേതോ മഹാൻ എർത്ത് ഈസ് റൗണ്ട് എന്ന് പറഞ്ഞത് ശരിയാണെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ?
അച്ഛാ. എനിക്ക് ബച്ച. അങ്ങനെ ലീഡറും മകനും വീണ്ടും ഒന്നിച്ചു. ലാലുവും ക്ലാരയും ഡിയർ ഹണ്ടിങ്ങിന് കാട്ടിലേക്കും പോയി.